ഹായ് ഗൈസ്, നമ്മുടെ നാട്ടിലെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. കാരണം പല ബാങ്കുകളും അവരുടെ കാർഡിന് വമ്പൻ റിവാർഡുകളും അതേപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ, ജോയിനിങ് ഫീ വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ കാർഡുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും കോളുകളും വരാറുണ്ട്. ഈവൻ എനിക്ക് പോലും പല പല ബാങ്കുകളിൽ നിന്ന് കോൾ വരാറുണ്ട്, ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് എലിജിബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കോളുകൾ വരുമ്പോൾ പല ആൾക്കാരും നമ്മളോട് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ കാർഡുകൾ ജോയിനിങ് ഫീയും ലൈഫ് ടൈം ഫ്രീ ഒക്കെ ആയിട്ട് കാർഡുകൾ കൊടുക്കുകയാണെങ്കിൽ ബാങ്കിന് എന്താണ് ലാഭം, അതേപോലെ തന്നെ ഇത് സത്യത്തിൽ ബാങ്കുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ചെയ്യുന്ന ഒരു പരിപാടിയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് സത്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ സാധാരണ നോർമൽ ലോണുകൾ ഉണ്ടല്ലോ, ഹോം ലോൺ, പേഴ്സണൽ ലോൺ, കാർ ലോൺ എന്നുള്ള ലോണിനൊക്കെ ഹൈ ഇൻട്രസ്റ്റ് ആവും. നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന പോലെ തന്നെ നമ്മുടെ സേവിങ്സിന്റെയും FDയുടെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അതിന് നമ്മൾ പൈസ കൊണ്ടിട്ടാൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ബാങ്ക് തരണം. അപ്പോൾ ഇപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ നിൽക്കണ കാരണം എന്താ, ആൾക്കാർ കൊണ്ട് ബാങ്കിൽ പൈസ ഇടും FD ആയിട്ടൊക്കെ. അപ്പൊ ഈ FD ആയിട്ട് ഇടുന്ന പൈസക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ ബാങ്കിന് ഈ പൈസ പുറത്തേക്ക് പോകണം, ലോണായിട്ട് പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് തരിക. പക്ഷെ ഈ ലോണിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആവുമ്പോൾ പല ആൾക്കാരും ലോൺ എടുക്കാൻ മടിക്കും. ഇപ്പോൾ ഹോം ലോണോ വണ്ടിയുടെ ലോണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ ഒന്നും അധികം ആൾക്കാരും എടുക്കില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ല, കൂടുതൽ പൈസ തിരിച്ചടക്കേണ്ടി വരും. അപ്പൊ എന്തുണ്ടാവും, ബാങ്കിന് ഇവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, FD ഇട്ട ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, പക്ഷെ ലോണുകൾ പോണില്ല. അപ്പൊ ബാങ്കിന്റെ റവന്യൂവിനെയും അതൊരു ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ടൈമിലാണ് ബാങ്കുകൾ കാർഡുകളെ പ്രൊമോട്ട് ചെയ്യാം, ക്രെഡിറ്റ് കാർഡിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം. കാരണം ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റും. വെർച്വൽ കാർഡൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പൊ അത് കിട്ടിയാൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് തുടങ്ങാം. അതേപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്ക് മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങളും ബാങ്കിനുണ്ട്. പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്കിന് അറിയാം ഒരു 10 പേർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ ഒരു 4-5 പേരാണ് മര്യാദയ്ക്ക് ലിമിറ്റിന്, നമുക്ക് എത്രയാണോ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളത് അതിൻ്റെ ഒരു 30% അടിയിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ബില്ല് വന്നാൽ കറക്റ്റായിട്ട് പേ ചെയ്ത് ഡ്യൂ ഒന്നും ഇല്ലാണ്ട് EMI കൺവേർഷൻ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ആകെ 4-5 പേരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, വലിയ ലിമിറ്റ് കാണുമ്പോൾ അങ്ങോട്ട് ഉപയോഗിക്കും. അവർക്കൊന്നും അടച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കും. എന്നിട്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിനിമം എത്രയാണ് എമൗണ്ട് അടയ്ക്കേണ്ട അത് അടയ്ക്കും. എന്നിട്ട് ഫുള്ളായിട്ടൊന്നും അടക്കില്ല, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോകും. അപ്പൊ അതിന്റെ പെനാൽറ്റി കൊടുക്കണം. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇതിനെ EMI കൺവേർഷൻ ചെയ്യും. EMI കൺവേർഷൻ ഒക്കെ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ മണ്ടത്തരാണ്. കാരണം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് EMI കൺവേർഷനിലൂടെ നമ്മൾ അടയ്ക്കേണ്ടി വരിക. അപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എന്താ, ബാങ്കിന് ലാഭമല്ലേ? മറ്റേ ലോൺ കൊടുത്ത് 10-14 കിട്ടണോടത്ത് ഇവിടെ 36-40% ക്രെഡിറ്റ് കാർഡിന്റെ ലോണിന് കിട്ടും. ചെറിയ എമൗണ്ട് ആണ്, എന്നാൽ പോലും അത്രയും കൂടുതൽ റവന്യൂ ഇവിടെ നിന്ന് ബാങ്കിന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അതിന്റെ പെനാൽറ്റി കൊടുക്കണം. പിന്നെ അങ്ങനെ ഒരുപാട് ചാർജസും കാര്യങ്ങളും വേറെ. അപ്പോൾ ബാങ്കിന് സത്യത്തിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് ഒരു നല്ല പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ആൾക്കാർക്ക് ലോൺ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് വെച്ച് റോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബാങ്കിന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. അതുകൊണ്ടാണ് ബാങ്കുകാർ ഇത് പ്രൊമോട്ട് ചെയ്യണത്. പക്ഷേ നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്കും ഇതൊരു നല്ല അവസരമാണ്. കാരണം നമുക്ക് നല്ല റിവാർഡ്സ് കിട്ടും, നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടൊക്കെ കാർഡ് കിട്ടും. നമ്മൾ വെറുതെ എക്സ്ട്രാ പൈസ ഒന്നും അടയ്ക്കണ്ടല്ലോ. അപ്പൊ നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു ടൈമില് നല്ല ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് എടുത്തു വെച്ച് അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കുറെ പൈസ ലാഭിക്കാം. പക്ഷെ ഇതൊരു മോശം രീതിയിൽ ഇത് കൃത്യമായിട്ട് മണി മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളാണ് ക്രെഡിറ്റ് കാർഡ് ഇപ്പൊ എടുക്കണമെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും പണി കിട്ടും. അപ്പൊ ബാങ്കുകാർ സത്യത്തിൽ ഇപ്പോ ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് പൈസ അവര് ഫ്രീ ആയിട്ട് ഒരു സാധനം വെറുതെ എന്തായാലും ഒരാൾ കൊടുക്കില്ല, പ്രത്യേകിച്ച് ബാങ്കുകാർ കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കുക. അവര് നിങ്ങളെ എത്രമാത്രം പ്രലോഭിച്ചിട്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലൊക്കെ. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ അധികം പേരൊന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പോപ്പുലേഷന്റെ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്. എന്നാൽ പോലും ഭാവിയിൽ ഇത് വലിയൊരു നമ്പേഴ്സ് ആവും എന്നുള്ളത് കൃത്യമായിട്ട് ബാങ്കിന് അറിയാം. അതുകൊണ്ടാണ് അത് ഇപ്പൊ തന്നെ നമ്മുടെ ജനറേഷനിൽ തന്നെ അവർ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ
വളരെ വലിയൊരു പെർസെൻറ്റേജിലേക്ക് ആ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് എത്തും. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു റവന്യൂ ബാങ്കിനും ഉണ്ടാക്കാൻ പറ്റും. അതും ബാങ്കുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും ഞാൻ അധികം പറഞ്ഞ് നീട്ടണില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലൊക്കെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും പുതിയൊരു ഇൻഫോർമേഷൻ ആവും. അതേപോലെ തന്നെ കൂടുതൽ പേഴ്സണൽ ഫൈനാൻസ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.